മണ്ടിണ്ട് വരിക, ഉണ്ടേണ്ട് തുറക്കുക, അലമാരേണ്ട് തിന്നുക, അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? അങ്ങനെ തന്നെ ഇവരുടെ കാര്യത്തിലൊക്കെ അങ്ങനെ തന്നെ പറയും. അലമാകെ പോറ്റിടും അർശിന്റെ നാഥനായിടും മാലിക്കുൽ മുൽക്കായ മുൽക്കേ. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഈ ദജ്ജാൽ ഇവിടെ പാടുന്നത് മാലിക്കുൽ മുൽക്കായ അല്ലേ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചാണ് ഈ പാടുന്നതെന്ന്, അല്ലേ? അർശിനുടയവൻ, ആരാണ് അർശിനുടയവൻ? അതുപോലെ ആരാണ് മാലിക്കുൽ മുൽക്ക്? രാജസയ്യിദാവായ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആരും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അതല്ല. ഒന്നും കൂടി കേട്ടോളി, അപ്പം മനസ്സിലാവും. അലമാകെ പോറ്റിടും അർശിന്റെ നാഥനായിടും മാലിക്കുൽ മുൽക്കായ മുൽക്കേ ശൈഖനാ മടവൂർ വലി. നിർത്തേ. ആരാണ് മടവൂർ വലി? ഈ മടവൂർ വലി എന്ന് പറഞ്ഞിട്ട് ഒരു വലി ഉണ്ടോ? അല്ലേ? ബീഡി വലി, സിഗരറ്റ് വലി, അല്ലേ? അങ്ങനത്തെ കുറേ വലികളുണ്ട്. അതിൽ പെട്ടൊരു വലിയായ, അല്ലേ, അന്നത്തെ കാലത്തെ പ്രകൃതി രമണീയമായ കാട്ടിൽ നിന്നും ചെത്തി കൂർപ്പിച്ച് കൊണ്ടുവരുന്ന ഉണക്കിപ്പൊടിച്ച് വലിച്ചിരുന്ന വലി, ആ വലിയാണോ? കേരളത്തിൽ കോഴിക്കോട് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് അതിനോടനുബന്ധമായിക്കൊണ്ടുള്ള മടവൂരിൽ ജീവിച്ചിരുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യൻ, ഒരു മൊയ്ലിയർ. സാധാരണ അന്നൊക്കെ നന്നായിട്ട് സ്കൂളിലൊക്കെ പോകുന്ന, കോളേജിലൊക്കെ എത്തുന്ന ആളുകൾ അവർ ജോലി തേടി വേറെ പോകും. ഈ പഠിക്കാൻ മൊയന്തുകളായിട്ടുള്ള ആളുകൾ ഒന്നുകിൽ കന്നുപൂട്ടാൻ വിടും, കന്നിനെ മേക്കാൻ വിടും, അല്ലെങ്കിൽ ദർസക്ക് വിടും. അങ്ങനെ ദർസക്ക് പോയ ഒരു സാദാ സീത ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ പിന്നീട് ദർസ് പഠനമൊക്കെ കഴിഞ്ഞ് ബാക്കിയാത്തു സ്വാലിഹാത്ത്, വലിയൊരു ബാക്കിയാത്തു സ്വാലിഹാത്തിൽ പോയി. തമിഴ്നാട്ടിൽ നിന്ന്, നമ്മുടെ നാട്ടിൽ കൂടി കുറേ ബാക്കവിമാർ നടക്കുന്നുണ്ടല്ലോ, അതിൻ്റെയൊക്കെ പൂർവികനാണ്. അങ്ങനെ ബാക്കിയാത്തു സ്വാലിഹാത്തിൽ നിന്ന് ബാക്കവി ബിരുദം എടുത്തു വന്നിട്ട് ഏതോ പള്ളിയിൽ ഇമാമായിട്ടും ഖത്തീബായിട്ടും ഒക്കെ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പുലിമൈദീൻ എന്ന് പറയുന്ന ഒരു പിരാന്തനുമായിട്ട് കൂട്ടുകൂടി ആ പിരാന്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇയാളും ഏറ്റെടുത്തു. അതാണ് യാഥാർത്ഥ്യം. ആ മനുഷ്യനെയാണ് ഇപ്പോൾ അർശിൻ്റെ ഉടയവനായിട്ടും അതുപോലെ ഈ ലോകമൊക്കെ നിയന്ത്രിക്കുന്ന, ഈ ലോകമൊക്കെ പടച്ചവനായിട്ടുള്ള ആ ഒരു അവസ്ഥയിലേക്ക് ഇതുപോലെയുള്ള വിവരദോഷികളായ സൂഫി ത്വരീഖത്തുകാരായ, എന്തുകൊണ്ടാണ് സൂഫി ത്വരീഖത്തിനെ കുറ്റം പറഞ്ഞിരുന്നതെന്ന് മനസ്സിലായില്ലേ? ഇത് ഷിയാക്കളേക്കാൾ മോശമല്ലേ? ഇത് ബറേൽവികളേക്കാൾ മോശമല്ലേ? ഇത് ഏത് മതത്തിൻ്റെ വിശ്വാസമാണ്? ഇവരുടെ മതത്തിൻ്റെ പേരെന്താണ്? എന്നിട്ട് ഇവരും പറഞ്ഞു നടക്കുന്നത് ഞങ്ങൾ മുസ്ലിങ്ങളാണെന്നാ. ആ മുസ്ലിം നാമധാരികൾ മറ്റുള്ള സാധുക്കളായ മുസ്ലിം വിശ്വാസികളുടെ, മതവിശ്വാസികളുടെ വിശ്വാസത്തെ ഹനിച്ചുകൊണ്ട് അവരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടല്ലേ പോകുന്നത്. ഇതിനെതിരെ കുറേ മൊയ്ലിയാക്കന്മാർ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അതെന്തുകൊണ്ടാണ് വർക്കൗട്ട് ആവാത്തത് എന്നുള്ളത് നമുക്ക് പറയാം. ഇതിൻ്റെ കുറച്ചും കൂടി കേൾക്കാനുണ്ട്. പാപികൾക്കത്താണിയായി കരുണയായി കാരുണ്യമായി പുല്ലിനും അസ്ലായ നൂറേ ശൈഖനാ മടവൂർ വലി. അവിടെ എന്തോ ഒരു വാക്ക് പറഞ്ഞു, പുല്ലിനും അസ്ലായ നൂറേ എന്നുള്ളത്. പുലിമൊയ്തീൻ്റെ അസ്ല് പുല്ലെന്നായിരുന്നു. ഏത്? സാമി പുല്ല്. സാധാരണ പശു, മൂരി, എരുമയൊന്നും തിന്നണ പുല്ലല്ല, സാമി പുല്ല്. അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി പാടെ അതിൻ്റെ ഇടയ്ക്ക് പാപികൾക്ക് അശരണ എന്തൊക്കെ പിരാന്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു സംശയം, ആ പുലിമൊയ്തീൻ്റെ ഉപയോഗിക്കുന്ന സാമഗ്രികൾ എവിടെയോ കൂട്ടിയിട്ട് കത്തിച്ചിട്ടാണ് ഈ സാധു ഈ പാടുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാടട്ടെ. രോഗികൾക്കാശ്വാസമേകും അശരണർക്കാലംബമായി സിറിനും സിറായ സിറേ ശൈഖനാ മടവൂർ വലി. ഷിറിനും ഷിറായ ഷിറല്ല, ഷെറിലും ഷെറായ ശൈത്താനാണ് ഇജൊക്കെ. ഇതുപോലെയുള്ള ഈ മടവൂർ എന്ന് പറയുന്ന, മടവൂരിൽ ജീവിച്ചിരുന്ന, മടവൂർ സ്ഥലമാണ്, അവിടെ ജീവിച്ചിരുന്ന ചുറ്റടിമേത്തൽ അബൂബക്കർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അയാൾ പിന്നീട് നേരത്തെ പറഞ്ഞ പോലെ ബാക്കവി ബിരുദമൊക്കെ എടുത്തപ്പോൾ ബാക്കവി കൂടിയായി. അതിനുശേഷം അയാൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പുലിമൈദീനുമായിട്ട് ബന്ധപ്പെടുകയും പുലിമൈദീനും ഇയാളും കൂടിയിട്ട് ഏതൊരു ഹോട്ടൽ റൂമിൽ വാതിലടച്ചിരുന്നിട്ട് വലിയോട് വലി അങ്ങനെ പുലിമൈദീൻ്റെ കഫവും ജലവും മറ്റുള്ള ഉച്ചിഷ്ടവും അമേദിയൊക്കെ പാടെ വാരി കുടിക്കുന്ന അവസ്ഥ വരെ എത്തി. അതിനുശേഷം കെട്ടിയ പെണ്ണിനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ശരീഅത്തിൽ പറയപ്പെടുന്ന ഒന്നും ചെയ്യാതെ നിസ്കരിക്കുക, അതുപോലെയുള്ള കാര്യങ്ങൾ അതൊന്നും ചെയ്യാതെ അയാളുടെ സ്വന്തം ഇഷ്ടത്തിന് അയാൾ എവിടേക്കേ പോയി ചുറ്റിക്കറങ്ങി ഉണ്ടുറങ്ങി ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ അള്ളാഹുവിനേക്കാൾ വലിയ ഒരു സംഭവമാക്കിയിട്ട് കൊണ്ട് നടക്കുന്ന
ഇവരുടെയൊക്കെ വിശ്വാസം എന്താണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഇനിയാണ് നമ്മുടെ പോയിന്റിലേക്ക് വരാനുള്ളത്. ഇവിടെ കുറേ ആളുകൾ CM മടവൂരിനെ കുറിച്ച് പറഞ്ഞു വെച്ച ചില കാര്യങ്ങളാണ് ഈ രൂപത്തിൽ ഇവരെ കൊണ്ട് ഈ പാട്ടിലേക്കൊക്കെ എത്തിച്ചത്. കാര്യം ഇവരുടെ ഉസ്താദന്മാർ മുസ്ലിയാക്കന്മാർ വലിയ അല്ലാമ കൊല്ലാമ എന്ന് പറഞ്ഞ് കൊണ്ട് നടന്നിരുന്ന ആളുകൾ അവർ ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ കുറച്ച് അറബിയായിട്ട് പറയുന്നിട്ട് അങ്ങനെ അതിൻ്റെ അർത്ഥം പറയുന്ന പോലെ പറഞ്ഞിട്ട് ആളുകളെ പറ്റിക്കുമായിരുന്നു. നിങ്ങൾക്ക് കുറച്ച് കാണിക്കാം. നമ്മൾ മറ്റൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വേറൊരു സാധനം വെച്ചിട്ടുണ്ട്. അത് റസൂലുള്ള അനങ്ങിയ ഇവരുടെ വേദിയിൽ വരുന്ന കാര്യമാണ്. ഇത് CM തള്ളുകൾ നമുക്ക് കുറച്ചൊന്ന് കേൾക്കാം. ഇതെന്തുകൊണ്ട് ഈ രൂപത്തിലുള്ള വൃത്തികെട്ട പാട്ട് വരികയും ആ പാട്ടിനെ പ്രതിരോധിച്ചുകൊണ്ട് മുസ്ലിയാക്കന്മാർക്ക് തന്നെ ഇറങ്ങേണ്ടി വരികയും ചെയ്തു എന്നുള്ളത് നിങ്ങൾക്കിതൊക്കെ കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയും എന്നാണ് പറയാനുള്ളത്. കുറച്ച് കാണാം നമുക്ക്. ഷെയ്ഖുനായുടെ പേരിലുള്ള കറാമത്തുകൾ, ധാരാളം കറാമത്തുകൾ അടങ്ങുന്ന ഒരു ഗ്രന്ഥത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കഴക്കൂട്ടത്തുള്ള ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ വിട്ടുപോയി. ആ പണ്ഡിതൻ ഷെയ്ഖുനയുടെ പേരിൽ അവിടുത്തെ കറാമത്തുകൾ ക്രോഡീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. 1000 കറാമത്തുകളോ മറ്റോ ആണ് അദ്ദേഹം ക്രോഡീകരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ മഹാനവറുകളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാനവറുകളുടെ കറാമത്തുകൾ അവിടുത്തെ ഇനി വരുന്ന തലമുറക്ക് ശരിക്കും മനസ്സിലാകുന്ന വിധത്തിൽ ധാരാളം രചനകൾ ലോകത്തുണ്ട്. കുറേ കള്ളക്കറാമത്തുകൾ കാണിക്കുന്നതിന് പകരമായിക്കൊണ്ട് ഈ ആയിരക്കണക്കിന് കറാമത്ത് കഥകൾ ക്രോഡീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ഇത് മാത്രം മതി. ഇതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയും ആ ശൈത്താൻ പാടിയ പാട്ടുകൾ ഇതുപോലെയുള്ള മുസ്ലിയാക്കന്മാർ കള്ളക്കറാമത്ത് പറഞ്ഞ് ഇതുപോലെ മനുഷ്യരുടെ ബുദ്ധിയും മസ്തിഷ്കവും മരയിപ്പിച്ചുകൊണ്ട് വളരെ മോശമായ രീതിയിലേക്ക് കൊണ്ടുപോയതാണ്. ഇനി ഈ മദനി ഉസ്താദിനെ പോലെ, ആരിസ് മദനി, അതുപോലെ പേരോട് ഉസ്താദിനെ പോലെ കുറേ ആളുകൾ ഇനി ആ പാട്ടിനെതിരെ ഇറങ്ങും. എന്ത് കാര്യം നിങ്ങൾ കേട്ടോളൂ. നിങ്ങൾക്ക് കുറച്ച് അവിടെ CM മടവൂർ കുലുക്കുഴിഞ്ഞ നിങ്ങളുടെ എല്ലാവരുടെയും എനിക്കറിയില്ല, ഞങ്ങളുടെ അവിടെ കുലുക്കുഴിയ എന്ന് പറയാൻ കൊപ്പിളിക്കുക. ആ വെള്ളം CM മടവൂർ കുലുക്കുഴിഞ്ഞത് മജീദ് മുസ്ലിയാർ കുടിച്ചു എന്ന് ആരായി പറയണത്? ആ മജീദ് മുസ്ലിയാറിനെ കേട്ടോ കാണി. അതുപോലെ ഞാൻ ആവശ്യപ്പെട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുത്തു. അപ്പോൾ അതിലിങ്ങനെ ഊതി, ഞാൻ പറഞ്ഞു ഊതിയ പോരാ, ഇതെനിക്ക് പിന്നെ മന്ത്രിച്ച് തന്നാൽ പോരാ, വായലാക്കി കുലുക്കുഴിഞ്ഞ് തരണം, ഞാൻ നന്നായി കിട്ടെ. അപ്പോൾ അതുപോലെ വായൽക്ക് ഇങ്ങോട്ടാക്കി ഇങ്ങനെ കുലുക്കുഴിച്ചിട്ട് ഇല കൊണ്ട് ആക്കി തന്നു. ഞാൻ അടച്ച് കുടിച്ച് അതുപോലെ വായൽക്ക് ഇങ്ങോട്ടാക്കി ഇങ്ങനെ കുലുക്കുഴിച്ചിട്ട് ഇല കൊണ്ട് ആക്കി തന്നു. ഞാൻ അടച്ച് കുടിച്ച്. ഒരു മിനിറ്റ് എന്നിട്ട് എന്തേ മൊയിലേറെ നന്നാകാറുന്നത്? അതാണ് എനിക്കറിയേണ്ടത്. ബാക്കി പറയാം. ഇതൊക്കെ നമ്മളേ ഉള്ളൂ. ഇത് മതിട്ടോ, ഇത് നമ്മളെ രക്ഷപ്പെടുത്തും. നല്ല വിശ്വാസമാണോ? ഏതോ ഒരു മനുഷ്യൻ വായിൽ കൊപ്പിളിച്ച് കുലിക്കുഴിഞ്ഞ് അത് വായിലേക്ക് ആക്കിയിട്ട് അങ്ങോട്ട് മോന്തിക്കഴിഞ്ഞാൽ രക്ഷപ്പെടുന്നാ പറഞ്ഞത്. വലിയ വിശ്വാസമാണ്. എന്താ ഇപ്പം ഇവരുടെയൊക്കെ വിശ്വാസം? വേറെ വാങ്ങിയേക്കാൻ കഴിഞ്ഞില്ല. ഇത് ഇത്രയും വലിയൊരു മുതലായി നമുക്ക് തിരിഞ്ഞില്ല. ആരാണോ എന്താണോ ചോദിക്കുന്നവർക്ക് ചോദിക്കുന്ന കൊടുക്കുക, ചോദിച്ചോണം. അതിലേക്കും വലിയൊരു മുതലുണ്ടായിരുന്നു. അയാൾ ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ ഭക്ഷണം കഴിച്ചാൽ എന്തായാലും അത് ദഹിക്കുമ്പോൾ പുറത്തേക്ക് ഇങ്ങനെ പോരുമല്ലോ, അത് വാങ്ങി വെക്കുകയായിരുന്നു ഇതിലേക്കും നല്ലത്. അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഈ ലേഹ്യം തിന്നുന്നത് പോലെ സ്പൂൺ ഇട്ടിട്ട് ഇങ്ങനെ കോരി തിന്നുക, അതൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് പറ്റുക. നിങ്ങളുടെ വിശ്വാസമാണല്ലോ ഇപ്പോൾ ഇതൊക്കെ. ചോദിച്ചോണം. അതാണ് സിയാം മുസ്ലിയാർ പറഞ്ഞത്. ഇനി 2 ആനയുള്ള മുതലാളിയാണ്. അതാ സിയാം മുസ്ലിയാർ പറഞ്ഞത്. അതിൻ്റെ വ്യാഖ്യാനം അന്ന് ഒരു മഹാനിക്ക് പറഞ്ഞു തന്നത്. വ്യാഖ്യാനം അതൊക്കെ തന്നെ ഇതുപോലെ വിവരക്കേടല്ലേ വ്യാഖ്യാനം. ഇതുപോലുള്ള ആളുകൾ ഈ പാട്ട് പാടുമ്പോൾ, ഈ വിവരക്കേട് പാടുമ്പോൾ അത് കേൾക്കാൻ കുറേ ആളുകൾ ഇരിക്കുന്നുണ്ടല്ലോ. അള്ളാഹുവേ, എവിടുന്നാണ് ഇതുപോലുള്ള ഇനിയുണ്ട് കുറേ ഉണ്ട്. ഇന്ന് ഭ്രാന്തുള്ള സമയത്ത് CM മടവൂർ ബിദ്അത്തുകാരോട് സലാം പറയാറില്ല എന്ന് പറഞ്ഞു. ഭ്രാന്തിൽ കേൾക്കാം നമുക്ക്. നോക്കൂ നിങ്ങൾ, ബിദ്അത്തുകാരുമായിട്ട് ശൈഖുനയുടെ സമീപനം എങ്ങനെയാണ്? ബിദ്അത്തുകാരൻ പങ്കെടുക്കുന്ന വിവാഹ സൽക്കാരങ്ങളിൽ പോലും ശൈഖുന പങ്കെടുക്കാറില്ല. നമ്മൾ ശൈഖ് മനസ്സിലാക്കണം. ബിദ്അത്തുകാരൻ, പുത്തൻവാദികൾ, നവീന ചിന്താഗതിക്കാർ പങ്കെടുക്കുന്ന മജ്ലിസുകളിൽ ശൈഖുന ഉണ്ടാവാറില്ല. ബിദ്അത്തുകാർ പങ്കെടുക്കുന്ന നിക്കാഹാണെങ്കിൽ അത്തരം വേദികളിൽ മജ്ലിസുകളിൽ ശൈഖുന
ആ ഭാഗത്തേക്ക് വരാറില്ല. വന്ന വിവരം അറിയും. കാര്യം എന്താണെന്നറിയോ, ഈ ബിദഅത്തുകാരി എന്ന് പറയുന്ന ആളുകൾ, അതിനിപ്പോൾ ആരാണെങ്കിൽ അവരെ ഈ പറയുന്ന ആളുകൾ വിദഗ്ധക്കാരാണെന്നുള്ളത് മറ്റൊരു കാര്യം. ഇവർ പറയപ്പെടുന്ന ആളുകൾ 5 വക്ത് നിസ്കരിക്കുന്ന, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ആളുകളാണ്. ഏതെങ്കിലും കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ കൂനാക്കൂന മലച്ചെട്ടി കിടക്കല്ലേ, നിസ്കരിക്കാൻ പോകുമല്ലോ. അപ്പോൾ ഇവർ വിദഗ്ധക്കാർ എന്ന് പറയുന്ന ആളുകൾ ബാങ്ക് കൊടുക്കുന്ന കേട്ടാൽ നിസ്കരിക്കാൻ പോകുമ്പോൾ എന്താണ് കാക്കി നിങ്ങൾ നിസ്കരിക്കാണ്ടിരിക്കുന്നത്? മുസ്ലിമല്ലേ, എന്താ മാഫി മുസ്ലിം എന്ന് ചോദിക്കും. അപ്പോൾ അതിന് മൂപ്പർക്ക് വയ്യ, മൂപ്പർക്ക് നിസ്കരിക്കാനും നോമ്പ് വിൽക്കാനൊന്നും വയ്യ. മൂപ്പർക്ക് ഇങ്ങനെ ഈ കള്ളക്കറാമത്ത് പറയലേ പറ്റുള്ളൂ. പറച്ച് ജദ്ബിന്റെ ഹാലിൽ പോലും അഥവാ നമ്മൾ ആദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ജദ്ബിന്റെ ഹാല് ഒരു പ്രത്യേകമായ ഹാലാണ്. പിരാന്ത് അല്ലേ? അല്ലാന്ന് ആർക്കെങ്കിലും വാദമുണ്ടോ? എന്താണ് ജദ്ബിന്റെ ഹാല് എന്നുള്ളത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി വിശദീകരിച്ചിട്ടുണ്ട്. എന്താ അദ്ദേഹം വിശദീകരിച്ചത്? ഭ്രാന്തന്മാരിലെ ബുദ്ധിമാന്മാർ. അപ്പോൾ ജദ്ബിന്റെ ഹാല് എന്ന് വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട, പീരാന്ത്, ഞങ്ങൾ അവിടെ അങ്ങനെ പറയാം. ആരെയും തിരിച്ചറിയാത്തൊരു കാലഘട്ടം, അതാ കീർത്തന പോലും ഇല്ല എന്ന് മതത്തിൽ. അതന്നെ പറഞ്ഞത്, പീരാന്തായി കഴിഞ്ഞാലും തലക്ക് റിലേ പോയി കഴിഞ്ഞാൽ പിന്നെ ആരെ തിരിച്ചറിയണത്? മതത്തിന്റെ കീർത്തനകൾ പോലും ഇല്ല എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രൂപത്തിൽ ജീവിക്കുന്ന സമയത്ത് പോലും അതാ ബിദ്അത്തുകാരോട് സലാം പറയുന്ന സ്വഭാവം മഹാനായ ശൈഖുന നിക്ക് ചെയ്ക്കുനാക്കുന മൂപ്പര് നിസ്കരിക്കൂല, നോമ്പോലിക്കൂല, പിന്നെ എന്തിനാണ് അയാളുടെ സലാം? മടവൂരവർകൾക്കുണ്ടായിരുന്നില്ല. ബിദ്അത്തുകാരോട് ഒരു നിലക്കും സലാം ചൊല്ലൂല. ജദ്ബിന്റെ അവസ്ഥയിലാണെങ്കിൽ പോലും സലാം ചൊല്ലാറില്ല. പിരാന്താണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരൊക്കെ സലാം ചെല്ലും. എന്നിട്ട് എന്തിനാ അത്? എന്ത് കാര്യത്തിനാണ്? ഇനിയുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. CM മടവൂര് ഹോട്ടൽ കത്തിച്ചക്കാത്ത. ഇതൊക്കെ കേട്ടിട്ടല്ലേ ഈ ശൈത്താന്മാർ ഈ പാട്ടും പാടിയും കൂടെ നടക്കുന്നത്? ഇത് വയറ് നിറയെ തിന്നിട്ട് പൈസയും കൊടുക്കാണ്ട് ഇറങ്ങിപ്പോയപ്പോൾ പൂടിച്ച് വലിച്ചിട്ട് ആ ഉടുമുണ്ടും ഷർട്ടും വാങ്ങി വെച്ചപ്പോഴുള്ള കഥയാണ് കേട്ടോളി. ഞാനിങ്ങനെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ CM വലിയൊന്ന് അവിടെ ഹോട്ടലിൽ വന്നിട്ട് എന്തോ കഴിച്ചിട്ടുണ്ട്, അങ്ങനെ ഇറങ്ങിപ്പോവുക. കേഷ്യർ വിളിച്ചു, അത് ഈ ഡ്രൈവർ കാണാം. നിക്ക് ഈ പറഞ്ഞതിൻ്റെ ഇടയിൽ ഇവിടെ ഇതൊരു മതപുരോഹിതനാണെങ്കിൽ, ഒരു മതം പറഞ്ഞു നടക്കുന്ന ഒരാളാണെങ്കിൽ അവിടെ തിരുത്തി പറയേണ്ട അല്ലെങ്കിൽ വ്യക്തമാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹോട്ടലിൽ കയറിയിട്ട് ഇങ്ങനെ വാരി വിഴുങ്ങിയിട്ടാണ്ട് ഇറങ്ങിപ്പോവുകയാണ്. അതിൻ്റെ ഇടയിലൊരു കാര്യമല്ലേ, അന്യൻ്റെ മുതൽ ഹക്കല്ലാത്തത് തിന്നിട്ട് വയറ്റിലിട്ടിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ പറ്റുമോ? പാകര മൊയിലേരെ അത് പറഞ്ഞല്ലോ നിങ്ങള്. പറയും. എന്നിട്ട് പൈസ ചോദിച്ചപ്പോ ഒരു മിനിറ്റ്, സഹിഹായ ഹാല് എന്താണ്? സഹിഹായ ഹാല് അന്യൻ്റെ കടയിൽ പോയിട്ട് വാരി വലിച്ച് തിന്നുക, എന്നിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോവുക. വണ്ടിണ്ട് വരിക, ഉണ്ടേണ്ട് തുറക്കുക, അലമാരേണ്ട് തിന്നുക, അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? അങ്ങനെ തന്നെ ഇവരുടെ കാര്യത്തിലൊക്കെ അങ്ങനെ തന്നെ പറയും. അങ്ങനെ അപ്പൊ അയാൾക്ക് ദേഷ്യം പിടിച്ചു. അയാള് ഒരു മൊയിലേറെ വേഷാണ് CM-നുള്ളത്, നല്ല വലിയ താടിയൊക്കെ വെച്ചിട്ടാ. അപ്പൊ കുപ്പായ അയക്കാൻ പറഞ്ഞു. കുപ്പായ അയച്ച് അവിടെ വാങ്ങി, തുണി അഴിച്ച് തലയെക്കെട്ടും അഴിച്ചവിടെ വെച്ച, വെറും ട്രൗസർ മാത്രം, ലോയർ മാത്രം. ഇത് ഭക്ഷണം കഴിക്കുന്ന അദ്ദേഹം കാണുകയാണ്. അദ്ദേഹത്തിന് എതിർ വിഷമായി. എങ്ങനെ ഒരു ഉസ്താദല്ലേ, എന്തുസ്താദ് അന്യൻ്റെ മുതൽ അന്യായമായിട്ട് തിന്നത്? എന്താ അറിയോ, കഥ വലിയ കഥയാണ്. അപ്പോൾ അത് ദുർവ്യാഖ്യാനം ചെയ്യുന്നവരുടെ കൂടെ ഇരിക്കാൻ പാടില്ല, അത് വേറെയാണ്. ഖബറിൽ കുത്തുബിയത്ത് ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്ന CM മടവൂര് ഗർഭിണിയായ സ്ത്രീയുടെ വീട്ടിൽ കയറി ചെന്ന് സ്ത്രീയുടെ പള്ളയിൽ കുത്തി. നന്നായി സഹോദരന്മാരെ. ഇനി കുറച്ച് ഞാൻ തിരഞ്ഞെടുത്തിട്ട് ഇതിൻ്റെ ബാക്കിൽ കൂടി കുറച്ചിങ്ങനെ ചേർത്ത് വെക്കാം. അപ്പോൾ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്തിട്ടാണ് വിടുക, അതൊന്ന് മനസ്സിലാക്കുക. ഇതിങ്ങനെ തിരഞ്ഞ് എടുക്കുമ്പോൾ വെറുതെ പറയല്ല, അതാണല്ലേ. ഇത് കംപ്ലീറ്റ് ഇവരെ പൊട്ടപ്പിരാന്തും മൂച്ചിപ്പിരാന്തും ചങ്ങലക്ക് പിരാന്ത് പിടിക്കുന്ന പിരാന്തടക്കാണ് ഇതിലടക്കമുള്ളത്. അപ്പോൾ ഇതൊക്കെ പാടെ തിരഞ്ഞെടുത്തിട്ട് ഞാൻ പറയാന്നുള്ളതിനേക്കാൾ ഇവിടെ കുറച്ച് വീഡിയോകൾ ഇതിൻ്റെ ബാക്കിൽ ചേർക്കുക. ഇത്രയും നിങ്ങളെടുത്ത് കാണിക്കുന്നതും പറയുന്നതും ചേർക്കുന്നതും എന്തിനു വേണ്ടിയാണ്? ഈ പറയപ്പെട്ട ആളുകൾ ഇതുപോലെ ഇതര മതാദർശത്തിലുള്ള വിശ്വാസത്തിലുള്ള ആളുകളെക്കാൾ പിഴച്ച ആ തരത്തിലുള്ള വിശ്വാസവുമായിട്ട് ഈ ആളുകളിലേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ അടിയിൽ പോയിട്ട് ഇത് സോഷ്യൽ മീഡിയയിൽ വരുമ്പോഴേയുള്ളൂ നമുക്കൊക്കെ പ്രതികരിക്കാനുള്ള, സാധാരണ നമ്മൾ പറയാറുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ വന്നാലേ പ്രതികരിക്കുകയുള്ളൂ. CM-ൻ്റെയോ അല്ലെങ്കിൽ ഈ ആളുകളുടെ ഒന്നും വിശ്വാസം നമ്മുടെ വിഷയമല്ല. അത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പൊതു പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ, സമൂഹ മാധ്യമങ്ങളിലേക്ക് അതിങ്ങനെ വാരിയെറിയുമ്പോൾ,
അല്ലേ ലേസിൻ്റെ പാക്കറ്റെല്ലാം ആക്കിയിട്ട് പണ്ടൊരു സംഖ്യ അറിഞ്ഞില്ലേ ഒരു സാധനം അതുപോലെ വാരി എറിയുമ്പോൾ അത് നമുക്കൊന്ന് വിശദീകരിക്കേണ്ടി വരുന്നതാണ്. ഇൻഷാല്ലാ കുറച്ച് മാലയാക്കിയിട്ട് ഇതിൻ്റെ ബാക്കിൽ ഇടുന്നുണ്ട്, കണ്ടു നോക്കി നിങ്ങൾ. അപ്പോൾ ഈ ശൈത്താനൊക്കെ ഇത് പറഞ്ഞത് കുറേ ശൈത്താന്മാർ ഇത് പറഞ്ഞു കൂട്ടീൻ്റെ അടിസ്ഥാനത്തിലാണ്. അയാളപ്പോൾ തിരുത്താൻ നടക്കുകയാണ് ആര്, ഈ പറഞ്ഞ ആളുകളൊക്കെ. പക്ഷേ അവർക്കും തിരുത്താൻ പറ്റാത്ത അത്രയും വലിയ ആ ഒരു അപകടത്തിലേക്ക് ഇത് എത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതാണ് നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെച്ചത്. ഇൻഷാല്ലാ കുറച്ച് ഇതിൻ്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട്, കാണുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വാസ്തവത്തിൽ ഒരു ആണും പെണ്ണും ബന്ധപ്പെടുന്ന സമയം സംസാരിക്കാൻ പാടില്ല. എന്നാലും ചില സൂഫിയാക്കൾ പറയുന്നത് അവനും ആ പെണ്ണുമായി ബന്ധപ്പെടുമ്പോൾ അവന്റെ ആ ശുക്ലം ആ പെണ്ണിന്റെ ഗർഭാശയത്തിലേക്ക് പുറപ്പെടുമ്പോൾ അവൻ ഏതെങ്കിലും ചില മഹാന്മാരെ മനസ്സിലോർത്താൽ, മുഹ്യിദ്ദീൻ ഷേഖ് തങ്ങളെ പോലെയുള്ള, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട കക്കിടിപ്പുറത്തോറെ പോലെയുള്ള, അല്ലെങ്കിൽ മടവൂർ ഷേഖിനെ പോലെയുള്ള, അല്ലെങ്കിൽ വഫാത്തായി കിടക്കുന്ന മഹാന്മാരെ പോലെയുള്ള ഔലിയാക്കളെ മഹാന്മാരെ നമ്മൾ മനസ്സിൽ ഓർക്കുമ്പോൾ അത് ഓർക്കലോടുകൂടിയാണ് ആ പെണ്ണുമായിട്ട് ബന്ധപ്പെട്ട് അവന്റെ ശുക്ലം ആ പെണ്ണിന്റെ ഗർഭാശയത്തിലേക്ക് എത്തുന്നതും അണ്ടാശയത്തിൽ അതിലാണ് കുട്ടി ജനിക്കുന്നതെങ്കിൽ ആ കുട്ടിയുടെ ആത്മാവും ഇദ്ദേഹം ഉദ്ദേശിച്ച മഹാന്റെ ആത്മാവുമായിട്ടൊരു ബന്ധമുണ്ടാവും എന്ന് മഹാന്മാർ സൂചിപ്പിക്കുകയാണ്. റൂഹ് എന്ന് പറയുന്നത് നമ്മളെ ഈ പദാർത്ഥ ലോകത്തിന്റെ ഭാഗമല്ല, മലക്കൂത്ത് സമാപത്തിന്റെ ഭാഗമാണല്ലോ. മലക്കൂത്ത് സമാവാത്തിന്റെ ഭാഗമാണ് ആത്മാവെന്ന് പറയുന്നത്. ആത്മാവിനൊരു ബന്ധം ഉണ്ടാവും. CM ഇബ്രാഹിം സാഹിബ് 10,000 രൂപയുമായി ഷെയ്ഖനാക്ക് കൊടുക്കാൻ കൊണ്ടുവന്ന കഥ അയാൾ പല സ്റ്റേജിലും പറഞ്ഞ് നിങ്ങളും ഞാനും കേട്ടതാണ്. വരുന്ന സമയത്ത് പെട്രോൾ അടിച്ച സമയത്ത് ഒരു 100 റുപ്യന്റെ കുറവ് വന്നപ്പം ഈ 10,000 കെട്ടുന്ന ഒരു 100 നോട്ട് വലിച്ച് അങ്ങോട്ട് കൊടുത്ത് പിന്നീട് ബഹുമാനപ്പെട്ട ശൈവനാന്റെ അവർക്ക് ചെന്ന് 10,000 കെട്ടെടുത്ത് അങ്ങോട്ട് കൊടുത്ത് നിങ്ങൾക്കുള്ളതാണ്. അതിൽ നിന്നും എടുത്തത് അതിൽ തന്നെ വെക്കുക. ശൈവന പറയാണ്, ഈ കണ്ണ് എവിടെ നിന്ന് കിട്ടിയ കണ്ണ? അത് ലേനത്തുനിന്ന് കിട്ടിയ കണ്ണ. അതുകൊണ്ട് ഇവിടുന്ന് ഓറ പേരിൽ ഫാത്തിഹ ഓതിയാൽ അത് കേൾക്കാനുള്ള കാത് ഓറ് പടച്ചോനിൽ നേടിയിട്ട് പടച്ചവനിൽ ലയിച്ചിട്ട് ഉണ്ടാക്കിയ കഴിവാണ്. നമ്മുടെ കണ്ണൂർ ജില്ലയിൽ മഹാനവറുകൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. വളവട്ടണം കാറിലാണ്. ഗേറ്റ്, റെയിൽവേ പാലം ഗേറ്റ് അടച്ചില്ല. കാറ് ട്രാക്കിലേക്ക് ഇങ്ങോട്ട് കയറുമ്പോ ട്രെയിൻ ഇങ്ങനെ വരുന്നു. അപ്പൊ കാറിലെല്ലാരും പഠിച്ചു. മഹാനവറുകൾ കൈ ഇങ്ങനെ ഒന്ന് കാട്ടി. കാറിന്റെ നേരെ മുമ്പിൽ അവിടെ നിന്ന് ട്രെയിൻ അവിടെ നിന്നു. കണ്ണൂർ വളപട്ടണം, തലശ്ശേരി വളപട്ടണം പാലത്തിൽ അന്ന് ഒറ്റ പാലേ ഉള്ളൂ. തീവണ്ടിക്ക് പോകാനും മറ്റു വാഹനങ്ങൾക്കൊക്കെ പോകാൻ. ട്രെയിൻ വരുമ്പോ മറ്റേ കൊയിഞ്ഞു പോകണം. പക്ഷെ ഒരു സമയം ഇതങ്ങോട്ട് കയറി ഷെയ്ഖുനയുള്ള വാഹനം, കാറ്, അതാ ചീറിപ്പാഞ്ഞു വരുന്ന ട്രെയിൻ. വാഹനത്തിൽ ഷെയ്ഖുനയുടെ കൂടെയുള്ള ആളുകൾ രംഗം കണ്ട് ഭയന്നുപോയി. ഷെയ്ഖുനയുടെ മുമ്പിലേക്ക് ശരീരം വെച്ചു കൊടുത്തിട്ടുണ്ട് ആളുകൾ. ഏതുപോലെ ഉഹദിൽ ശത്രുക്കൾ അമ്പ് ചെയ്തപ്പോൾ സഹാബാക്കൾ റസൂൽ തന്നെ മറഞ്ഞു നിന്നതുപോലെ ഷെയ്ഖുനാക്കൊന്നും സംഭവിക്കരുതെന്ന് മനസ്സിലാക്കി. പക്ഷെ ഷെയ്ഖുന പറഞ്ഞു ഭയപ്പെടേണ്ട. തീവണ്ടിയിലേക്ക് നോക്കിയിട്ട് ഷെയ്ഖുന പറഞ്ഞു അവിടെ നിൽക്കൂ. തീവണ്ടി അവിടെ നിന്നല്ലോ. ആ ഡ്രൈവർ ഇറങ്ങി വന്ന കാറിൽ വന്നിട്ട് ഇതിലൊരു ദൈവിക പുരുഷനുണ്ട് എന്നാൽ അത് തീവണ്ടി നല്ല ഉലകം നിൽക്കും. അങ്ങനെ രണ്ടാളുകള് പറഞ്ഞു ഞങ്ങൾ ഇസ്ലാമിലേക്ക് വരാം. CM വലിയുല്ലാഹിയുടെ കഴുത്തിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട് അവര് ഒരു വിജന സ്ഥലത്തേക്ക് രണ്ടുപേരും കൂടെ CM-ഉമായിട്ട് പോവുകയാണ്. അവിടുന്ന് ഷാത്തുകയിലും എല്ലാം വേണ്ടി പോവാ. അങ്ങനെ ഒരു പുഴന്റെ അടുത്താണ്. ഇവർ രണ്ടാളും ഉദ്ദേശം പുഴന്റെ അരികിലെത്തിയാൽ രണ്ടുപേരും കൂടെ CM-നെ പുഴയിലേക്ക് കൊല്ലുക എന്നാണ്. അങ്ങനെ പുഴന്റെ അടുത്തെത്തിയപ്പോ തോളിൽ കൈവച്ച ആള് CM വലിയുള്ളാന്റെ കഴുത്ത് പിടിച്ചു. ഉടനെ തന്നെ CM വലിയുള്ള എങ്കിൽ എന്നെ കൊല്ലാനാണെങ്കിൽ നടത്തും എങ്കിൽ ഒരു ഇടി എന്ന് പറഞ്ഞു. അതിൽ വാനലോകത്തുനിന്ന് ഒരു വലിയ ഇടി വന്നു. അയാളെ തെറിപ്പിച്ച് കളഞ്ഞു. അവിടെ കിടന്ന് അയാൾ മരിച്ചു. മറ്റാൾ ഓടിക്കളഞ്ഞു. എങ്കിൽ ഒരു ഇടി. ഇത് CM വലിയുള്ളാഹിയുടെ ഇടിയല്ല, എല്ലാത്തിനും കഴിയും. പ്രകൃതി CM-ന് വേണ്ടി പ്രവർത്തിക്കും. ഇനി ഇടി അവിടെ മീക്കായിലൊന്നും വരണ്ടേ, CM-ന് ഇടി ഉണ്ടാക്കാൻ കഴിയും. മീക്കായിലെല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മീക്കായിലാണെന്നുള്ളതും തെളിവില്ല. CM അത് ചെയ്യിപ്പിച്ചും ചെയ്തല്ലോ. അതാണ് ഞാൻ പറഞ്ഞല്ല. അതിപ്പോ മീക്കായിൽ വേണം ഇടിക്കണ്ടെന്ന് ഇവർ താവില്ല. ഇടിണ്ടാകും, മീക്കായിലുണ്ടാവും. അങ്ങനെയാണ്. അപ്പോ ഭയങ്കര സംഭവം തന്നെ. കുറേ ആളുകൾ രാപ്പകലില്ലാതെ ഇവിടെ വന്നുകൊണ്ട് ഇപ്പൊ അടുത്ത് ഒരു സഹോദരൻ ഇത്രയോ വലിയ ഒരു മുഴലുള്ള ഒരാള് ചിലപ്പോൾ ഈ സദസ്സിലുണ്ടാവും. അയാളുടെ ഭാര്യക്ക് അങ്ങനെ എത്രയോ ഒരു തൂക്കമുണ്ട്, വലിയ തൂക്കണ്ട. ഞാൻ വ്യക്തമായിട്ട് തൂക്കത്തിന്റെ കണക്കിന്റെ ഓർമ്മയില്ല. അങ്ങനെ ഷെയ്ഖുനാന്റെ അടുത്ത് വന്ന് ആദ്യം ഡോക്ടറെ കാണിച്ച്
അത് ഇത്രയും തൂക്കമുള്ളൊരു എടുത്തു കളിയല്ലാതെ രക്ഷയില്ല എന്ന് പറഞ്ഞു. അയാൾ ഇവിടുത്തെ ഖാദിമാണ്, ഈ പറഞ്ഞ സഹോദരിയുടെ ഭർത്താവ് ഇവിടെ ഉണ്ടാവും. അങ്ങനെ അവിടുന്ന് ഷെയ്ഖുനായോട് വന്നാൽ നന്നായിട്ടാണ് പറഞ്ഞ്. ഇപ്പം നോക്കുമ്പോൾ 15 5 ചുരുക്കി എന്നാണ് എന്നോട് വിശദീകരിച്ച് വന്ന ആൾ പറഞ്ഞത്. ഇനി അത് ഇനിയും ചുരുങ്ങും, അത് തീരെയല്ലാതെ ഇതിലേറെ ഉമ്മാന്റെ കഴുത്ത് ചുരുങ്ങിപ്പോയതുപോലെ ഈ രൂപത്തിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ഷെയ്ഖുനയുടെ കറാമത്ത് പറയാൻ കഴിയും. തലശ്ശേരിയിൽ ഒരു ഹാജിയാര്, ആ ഹാജിയാർക്ക് ഒരു മകളുടെ കൈ ഒന്നായിട്ട് കുഴഞ്ഞു പോയി. സുബ്ഹാനല്ലാഹ്, ഒരു ഭാഗം തളർന്നു പോയി, എഴുന്നേൽക്കാൻ കഴിയാതെ വീൽചെയറിലാണ് നടത്തം. വീൽചെയറിലാണ് ബാത്റൂമിലേക്ക് പോകുന്നത്, വീൽചെയറിലാണ് അടുക്കളയിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. 2 കുട്ടികളുള്ള സഹോദരിയുടെ വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞപ്പോ സിഎം മറിയമ്മാനെ വിളിക്കാൻ ആവശ്യപ്പെടുന്നു. സിഎം മറിയമ്മാനെ വിളിക്കാൻ ആവശ്യപ്പെടുകയാണ്. ഖുതുബുൽ ആലമിന്റെ നേർച്ചയിലേക്ക് നേർച്ച വെക്കാൻ ആവശ്യപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്, തലശ്ശേരി ടൗണില് വലിയ തുണിഷാപ്പ് നടത്തുന്ന മുനീർ ഹാജിയാണ്. അയാളുടെ ഫോൺ നമ്പർ എന്റെ കയ്യിലുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ മുനീർ ഹാജി അതാ പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, അതാ 2 ദിവസം കഴിഞ്ഞ് 3ാമത്തെ ദിവസം ഖുതുബുൽ ആലമിന്റെ മൗലീദ് ചൊല്ലി പെണ്ണ് നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധം പുരട്ടി അങ്ങ് കടന്നപ്പോൾ എല്ലാവരും ഉറങ്ങിപ്പോയി, മക്കളും ഉറങ്ങിപ്പോയി. ഭർത്താവ് വിദേശത്ത് കുവൈറ്റിന് ജോലി ചെയ്യുകയാണ്. പറ്റാപ്പതിര നേരത്ത് കുറ്റാക്കൂരിരുട്ടിൽ ഒരാൾ വന്നിട്ട് കൈ തടവുന്നു. ആരാണെന്ന് ചോദിച്ചപ്പോൾ മറുപടിയില്ല. സുബ്ഹാനല്ലാഹ്, പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ കൈ താഴ്ത്തിയ കൈ ഉയർത്താൻ കഴിയാത്ത കൈ, ചലിപ്പിക്കാൻ കഴിയാത്ത കൈയതാ ചലിച്ചു തുടങ്ങുന്നു. എന്നെ പേടിച്ചോർക്ക് ഏതും പേടിക്കേണ്ട, എന്നെ പേടിച്ചോർക്ക് ഞാൻ കാവലുന്നോവര്. മഹാനായ ശൈഖുനാ സിഎം റളിയല്ലാഹു അൻഹു പ്രയാസങ്ങളും പ്രതിസന്ധികളും പർവ്വത സമാനമായ കഷ്ടപ്പാടുകളും സങ്കടങ്ങളും ജീവിതത്തിൽ നമ്മെ തേടി വരുമ്പോൾ ആ പ്രയാസങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് വലിയ സലാമത്താണ്. മഹാനായ ശൈഖുനാ സിഎം റളിയല്ലാഹു അൻഹു എത്ര ആളുകളാണ് അവിടുത്തെ സമീപത്ത് വന്ന സങ്കടം പറയാറുള്ളത്. ആര് നിങ്ങളെ തകർക്കാൻ നോക്കിയാൽ മടവൂർ പാപ്പാനെ പിടിച്ചു നിൽക്കുന്നവരാരാ, മടവൂർ പാപ്പയുമായിട്ട് ബന്ധമുള്ളവരാരാ? മഹാനായ ശൈഖുനാ സിഎം റളിയല്ലാഹു തങ്ങളവരുമായിട്ട് കണക്ഷൻ ഉള്ളവരാരാണ്? നിരന്തരം അവിടത്തേക്ക് ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുന്നവരാരാണ്? അവർക്ക് മഹാനവരുടെ കാവൽ ലഭിക്കുമെന്ന് മറന്നു പോവണ്ട. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ്, മുറുകെ പിടിച്ചോ കൂട്ടുകാരാ, മഹാനായ ഖുതുബുൽ ആലമീനെ മുറുകെ പിടിച്ചോ പെങ്ങളെ. നിങ്ങളെ സങ്കടങ്ങൾക്ക്, നിങ്ങളുടെ കണ്ണുനീരുകൾക്ക്, നിങ്ങളെ പ്രതിസന്ധികൾക്ക്, നിങ്ങളെ പ്രയാസങ്ങൾക്ക്, കഷ്ടപ്പാടുകൾക്ക്, പട്ടിണികൾക്ക്, ദാരിദ്ര്യങ്ങൾക്ക്, നിങ്ങളെ കടങ്ങൾക്ക്, നിങ്ങളെ വിഷമങ്ങൾക്ക്, മനസ്സിന്റെ അകത്ത് നീറുന്ന 100 കൂട്ടം സങ്കടങ്ങൾക്ക് പരിഹാരമാണ് ശൈഖുനാ സിഎം റളിയല്ലാഹു. ഒരു സമയത്ത് ഔക്കറാജിൻ്റെ വീട്ടിൽ കയറി അടിച്ചെന്ന്, ഇത് ഔക്കറാജിനോട് പറഞ്ഞെന്നാ. അങ്ങനെ നടക്കുന്ന കാലമാണ്, കുറേ ഇങ്ങനെ നടന്നിരുന്നു, കൂടെയും കുറേ ആളുകളും ഉണ്ടാവും. ഔക്കറാജിൻ്റെ വീട്ടിൽ കയറി ചെന്ന്, ആർക്കാണ് ഇവിടെ സുഖമില്ലാത്തത്? അപ്പം അവിടെ ഒരു സുഖമില്ലാത്ത ആരാന്ന് ഓൽക്ക് തന്നെ ആർക്കും ഓർമ്മയില്ല. അപ്പോൾ ഭാര്യ പറഞ്ഞു, മോക്ക് പനി ഉണ്ടെന്ന്. അവൾക്ക് ഇനി പനി വേണ്ടാന്ന് പറഞ്ഞു. ഔക്കറാജിനോട് പറയും, 40 കൊല്ലം കഴിഞ്ഞ് അവളെ കെട്ടിച്ചിട്ട്, ഇതിനോട് പറഞ്ഞു തരണേരോ, എന്നിട്ട് പിന്നെ ഒരു 10 കൊല്ലം കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത്. 40 കൊല്ലം കഴിഞ്ഞ് ഉസ്താദെ അവളെ കെട്ടിച്ചിട്ട് ഈ പറഞ്ഞതിൻ്റെ ശേഷം പനി എന്ന് പറഞ്ഞ രോഗമൊക്കെ ഉണ്ടായില്ല. വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ചെറുങ്ങനൊക്കെ തലവേദന. പനി എന്ന് പറഞ്ഞ രോഗം എൻ്റെ മോക്ക് ഉണ്ടായില്ല. ഈ പറഞ്ഞതിൻ്റെ ശേഷം പനി എന്ന് പറഞ്ഞ രോഗമൊക്കെ ഉണ്ടായില്ല. വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ചെറുങ്ങനൊക്കെ തലവേദന. പനി എന്ന് പറഞ്ഞ രോഗം എൻ്റെ മോക്ക് ഉണ്ടായില്ല. എന്തൊരു പവറായിരുന്നത്! എന്ത് പറഞ്ഞാലും പറയുന്നത് പോലെ അനുഭവപ്പെടുകയാണ്. എൻ്റെ സ്വന്തം പെങ്ങൾക്ക് അസുഖം ബാധിച്ചു, ബ്രെയിൻ ട്യൂമറായിരുന്നു. ഈ ബ്രെയിൻ ട്യൂമറിന് വേണ്ടിയിട്ട് ഞാൻ പോയി, ശൈഖുനാൻ്റെ അടുത്ത് പോയി. ഞാൻ പറഞ്ഞു, എൻ്റെ പെങ്ങൾക്ക് സുഖമില്ല, എൻ്റെ പെങ്ങളെ രോഗം സുഖമായി കിട്ടണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്തൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു എന്നോട്. ഞാനൊക്കെ പറഞ്ഞു കൊടുത്തു. ആ ഡോക്ടർ പേര് എന്താണെന്ന് ചോദിച്ചു. അവൻ ആര്? അവൻ്റെ പേര് ഉദയഭാനു. അവൻ കാഫിർ? ഇതാ പറഞ്ഞത് എന്നോട്. വേണ്ട, ആ ഓപ്പറേഷൻ ചെയ്യുന്ന പരിപാടിയൊന്നും വേണ്ട,
അത് സുഖമാകും എന്ന് പറഞ്ഞു. അങ്ങനെ അക്കാലത്ത് തന്നെ കോയപ്പാപ്പാൻ്റെ അടുത്തും പോയി. ഞാൻ ഷെയ്ഖുനാൻ്റെ അടുത്ത് നിന്ന് നേരെ പോയത് കോയപ്പാപ്പാൻ്റെ അടുത്തേക്കാണ്. അവിടെ പോയിട്ടും ഈ കേസുകളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. കോയപ്പാപ്പയും പറഞ്ഞു വേണ്ട വേണ്ട, ഓപ്പറേഷൻ വേണ്ട എന്ന് പറഞ്ഞു. അവൾ ഗർഭിണിയായിരുന്നു. ഗർഭിണിയായ ആ പെങ്ങൾ ആ ഗർഭത്തോടു കൂടി പ്രസവിക്കാതെ മരിക്കുകയാണ് ഉണ്ടായത്. ഗർഭിണിയായ ആ പെങ്ങൾ ആ ഗർഭത്തോടു കൂടി പ്രസവിക്കാതെ മരിക്കുകയാണ് ഉണ്ടായത്. ഓപ്പറേഷൻ വേണ്ടെന്നാ പറഞ്ഞു. ഓപ്പറേഷൻ വേണ്ട. അവൻ ഉദയഭാനു, അവൻ കാഫിർ, ഇതാണ് എന്നോട് പറഞ്ഞത്. യു കെ മജീദ് ഉസ്താദ് ഉണ്ട്, CM വലിയുള്ളാഹിയുടെ പെങ്ങടെ മകനാണ് യു കെ മജീദ് ഉസ്താദ് ഷെയ്ഖ്. അവർ പറയുന്നത് നമ്മുടെ മീഡിയയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് CM വലിയുള്ളാഹി ഇന്നും ഒരു വഫാത്തിന് ശേഷവും ആ കുളത്തിൽ കുളിക്കുന്നതായി കണ്ടിട്ടുണ്ട് എന്ന്. അവരുടെ വഫാത്തിന്റെ ശേഷവും ഇന്നും ഷെയ്ഖുന ആ കുളത്തിൽ കുളിക്കുന്നത് കണ്ടിട്ടുണ്ടെന്ന്. മടവൂര് ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറേ പറയാൻ കഴിയും. കറാമത്തുകളല്ല, ഞങ്ങൾ ഒന്നായി ജീവിച്ചു. ഞാനും എൻ്റെ ജ്യേഷ്ഠന്റെ ശരീക്കാണ് ബഹുമാനപ്പെട്ട മടവൂർ. ഇടയ്ക്കിടെ വീട്ടിൽ വന്നുകൊണ്ടിരിക്കും. TS എവിടെ, TSന്റെ അനുജൻ എവിടെ എന്ന് ചോദിച്ചു. നമ്മുടെ പ്രദേശത്തെല്ലാം തന്നെ അദ്ദേഹം ചുറ്റി സഞ്ചരിച്ചിട്ടുണ്ട്. പല വീടുകളിലും അറിയാതെ അംഗീകരിച്ചു. ചിലപ്പോൾ മടുക്കളയിൽ വരെ എത്തും. ഈ നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദ് സഖാഫി, എൻ്റെ പ്രിയപ്പെട്ട അമ്മാമന്റെ മകൻ, അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി ചെന്നു. സ്ത്രീകളെ അടുക്കലേക്ക് അങ്ങോട്ട് പോയി. എന്നിട്ട് എന്തെല്ലോ സംസാരിച്ച് ഇങ്ങോട്ട് വന്നു. അതുപോലെ തന്നെ അമ്മാമൻ CH അബ്ദുറഹ്മാൻ മുസ്ലിയാർ നവ്വറല്ലാഹു ബർക്കത്തുഹു, അദ്ദേഹം കൊടുവള്ളിയിലാണ് താമസിക്കുന്നത്. ആ കൊടുവള്ളിയുടെ വീട്ടിലേക്ക് കയറി വന്നു. നേരെ അങ്ങ് അകത്തേക്ക്. എന്നിട്ട് അവരുടെ ഭാര്യയെ കണ്ട് പള്ളന്റെ മുകളിൽ കുത്തുകുത്തി. എന്നിട്ട് അവരുടെ ഭാര്യയെ കണ്ട് പള്ളന്റെ മുകളിൽ കുത്തുകുത്തി. എന്നിട്ട് അവരുടെ ഭാര്യയെ കണ്ട് പള്ളന്റെ മുകളിൽ കുത്തുകുത്തി. ഗർഭിണിയായി. മായൻ എന്ന പേര് വെച്ചു. പക്ഷെ ആ കുട്ടിക്ക് അധികം ജീവിക്കാൻ സാധിച്ചു. ഞാൻ ഈ കഴിഞ്ഞ സംഭവങ്ങളാണ് നിങ്ങളോട്. അതുപോലെ ഒരുപാട് സംഭവങ്ങൾ. ആരാടാ മജ്ദൂബ് മജ്നൂനും നീയല്ലേ? ആരാടാ പീരാന്തിന്റെ തലക്കെട്ടിൻ്റെ ഉള്ളില്? ആർക്കാടാ മുഴുവട്ട് സാക്ഷിക്കൊന്നും പറ്റാത്തോൻ? ആരാടാ മജ്ദൂബ് മജ്നൂനും നീയല്ലേ? ആരാടാ പീരാന്തിന്റെ തലക്കെട്ടിൻ്റെ ഉള്ളില്? ആർക്കാടാ മുഴുവട്ട് സാക്ഷിക്കൊന്നും പറ്റാത്തോൻ? പറയട നീയാരാ? സമുദായത്തിൻ മുമ്പിലെ കേമ കെട്ടിവലിച്ച് ഹിസാബിൻ മുറ്റത്ത് കൊണ്ടിടും മടവൂരിന്റെ അധികാരം എണ്ണി പറയണം. നീ എണ്ണം പിടിച്ചിരുന്നു കുത്തുപോലിയേ. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി പറഞ്ഞത് ഷഹാദത്തിന്റെ ബാബിൽ ഷഹാദത്തിന് പറ്റണമെങ്കിൽ അയാൾ കബീറത്ത് വൻകുറ്റം ചെയ്യുന്ന ആളാകരുത്. അതേപോലെ തന്നെ ചെറുദോഷത്തിന്റെ മേലിൽ നിലവൃത്തിയാകുന്ന ആളാകരുത്. അതിനെ പുറത്ത് പറഞ്ഞു അയാൾ മുറുവത്തുള്ള ആളാവണം. മുറുവത്ത് പോക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത്. മുറുവത്ത് പോക്കുന്നതിന് ഉദാഹരണമായി പറഞ്ഞിട്ടുണ്ട് താടി പിടിക്കാൻ. ഹറാമതനുസരിച്ച് പിന്നെ ആദ്യം പറഞ്ഞതിനെ പെടും. ഇനി ഹറാമല്ല, അതൊരു കറാത്തേ ഉള്ളൂ എന്നതനുസരിച്ചും ഒരു ഷെയ്ഖിനുണ്ടാകാൻ പറ്റൂല. കാരണം അയാളുടെ അദാലത്ത് നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ നിക്കായുടെ സാക്ഷിക്ക് വരെ അയാളെ പറ്റൂല എന്നാ. പിന്നെ അവനെ ഒരു മുറബിയാക്കല് അല്ലെങ്കിൽ തബറുക്കിന് ഷെയ്ഖാക്കല് അതിന് പറ്റില്ല. എന്നാ പിന്നെ ഇവിടെ ഒരു ചോദ്യമായി ഉന്നയിക്കാറുള്ളത് മടവൂർ താടി പിടിച്ചിട്ടുണ്ടല്ലോ എന്നാ. മടവൂർ മുറബിയ ഷെയ്ഖാന്ന് ആരെ പറഞ്ഞു? മടവൂർ തന്നെ ഞാൻ ഷെയ്ഖാണെന്ന് ആരെങ്കിലും പരിചയപ്പെടുത്തിയിട്ടുണ്ടോ? മടവൂർ കുറെ ആളുകൾക്ക് ഇവിടെ തെർബിയത്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ട് തെരീക്കത്ത് കൊടുക്കാന്ന് കൊടുത്തിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെ മടവൂർ തെരീക്കത്ത് പറഞ്ഞിട്ട് തെരീക്കത്ത് പറഞ്ഞിട്ടുണ്ടോ? അതൊന്നുമില്ല. ഒരു വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിൽ അയാൾ താടി പഠിക്കുന്നത് മടവൂർ മാത്രമല്ല, പറയുന്ന ലോകത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അദ്ദേഹം മുറബിയായ ഷെയ്ഖാണെന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് മുറബിയായ ഷെയ്ഖാണെന്ന് പറയുന്നുമില്ല. CM വലിയുള്ളാഹിയെ കുറിച്ച് അവര് കുത്തുബുല്ലാലമാണെന്ന് അവര് തന്നെ പറഞ്ഞതായിട്ട് ഒരുപാട് ആളുകൾ പറയുന്നുണ്ടല്ലോ. അത് കേട്ട ആളുകൾ ഞങ്ങൾ കേട്ടു എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പൊ അതെന്താണ് ഉസ്താദ് അംഗീകരിക്കാത്തത്? അംഗീകരിക്കാത്ത പ്രശ്നമില്ല. കാരണം അതൊക്കെ പറഞ്ഞ നേരത്തും ഈ ആൾക്ക് ജതുബുണ്ടാവാം. ജതുബുള്ള നേരത്തെ പോവാൻ പറഞ്ഞു തന്നെ. അപ്പൊ അതും പറഞ്ഞു വേറെ ആള് മൂപ്പർക്ക് എനിക്ക് ജതുവൊന്നും ഇല്ല എന്ന് പറഞ്ഞു മൂപ്പര്. ഞാവും ജതുബിലാവെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ തന്നെ എന്നെ പറ്റി പറയും. ആ മൂപ്പര്
മടവൂരിനെ അംഗീകരിക്കൂല. ഞാൻ മടവൂരിന് നേരത്തെ ബന്ധമുള്ള ആളാ, പല ബന്ധവും എനിക്കുണ്ടായിട്ടുണ്ട്, നമുക്ക് ഇതിന്റെ അസർവും കിട്ടിയിട്ടുണ്ട്. പക്ഷെ മൂപ്പര് പറ്റി കുത്തുബുല്ലാലം എന്ന് പറഞ്ഞ് ഞാൻ പറയില്ല, അതൊക്കെ പറഞ്ഞു നല്ല വിലായത്ത് അംഗീകരിക്കാനില്ല. കുത്തുബുല്ലാലം എന്നാണ് മൂപ്പരുടെ പേര് എന്നാലും അതാ മൂപ്പര് മൊത്തമായാലും. ആരാടാ മജ്ദൂബ് മജ്നൂനും നീയല്ലേ, ആരാടാ പീരാന്തിന്റെ തലക്കെട്ടിന്റെ ഉള്ളില്, ആർക്കാടാ മുഴുവട്ട് സാക്ഷിക്കൊന്നും പറ്റാത്തോൻ. ആരാടാ മജ്ദൂബ് മജ്നൂനും നീയല്ലേ, ആരാടാ പീരാന്തിന്റെ തലക്കെട്ടിന്റെ ഉള്ളില്, ആർക്കാടാ മുഴുവട്ട് സാക്ഷിക്കൊന്നും പറ്റാത്തോൻ. പറയട നീയാരാ, സമുദായത്തിൻ മുമ്പിലെ കേമ കെട്ടിവരിച്ച് ഹിസാബിൻ മുറ്റത്ത് കൊണ്ടിടും മടവൂരിന്റെ അധികാരം എണ്ണി പറയണം. നീ എണ്ണം പിടിച്ചിരുന്നു 313 ബദരീങ്ങൾക്ക് പകരം ഞാൻ ഒറ്റക്ക് മതി നിങ്ങൾക്ക്. 313 ബദരീങ്ങൾക്ക് പകരം ഞാൻ ഒറ്റക്ക് മതി നിങ്ങൾക്ക്. 1000 ശംസുല്ലുലമക്ക് പകരം എന്റെ സ്വാഹിബിന്റെ രൂപം മതി നിങ്ങൾക്ക്. സുന്ദോസി മടവൂര് സിദ്റപ്പൂവേ, സിദ്റത്തുൽ മുൻതഹ കടന്നവർ. 313 ബദരീങ്ങൾക്ക് പകരം ഞാൻ ഒറ്റക്ക് മതി നിങ്ങൾക്ക്. 313 ബദരീങ്ങൾക്ക് പകരം ഞാൻ ഒറ്റക്ക് മതി നിങ്ങൾക്ക്. 1000 ശംസുല്ലുലമക്ക് പകരം എന്റെ സ്വാഹിബിന്റെ രൂപം മതി നിങ്ങൾക്ക്. സുന്ദോസി മടവൂര് സിദ്റപ്പൂവേ, സിദ്റത്തുൽ മുൻതഹ കടന്ന